ഇന്നലെ രാത്രി തുടങ്ങിയ മഴ കേട്ടോ, ഇതുവരെ തോന്നിട്ടില്ല. രാവിലെ കുട്ടികൾ മദ്രസക്ക് പോകുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഈ മഴ ഏകദേശം മണ്ണാർക്കാട് ഏരിയയിൽ നന്നായിട്ട് പെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ അട്ടപ്പാടിയിലായിട്ട് നന്നായിട്ട് മഴ പെയ്തിട്ടുള്ളത്. അതിൻ്റെ എഫക്റ്റ് ഞങ്ങളുടെ പുഴയിൽ കാണുന്നുണ്ട്. രാത്രി ഭയങ്കര വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 5:45 6 മണി ആവാനായിട്ടുണ്ട്. കുട്ടികൾ മദ്രസക്ക് പോകുന്ന സമയമാണ്. അവർക്ക് 6 മണിക്കാണ് മദ്രസ്. അവരുടെ കൂടെ കുട്ടികൾ വേറെ ബാക്കിൽ വരുന്നുണ്ട്. കുറച്ച് പേര് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അവരാരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ അവരെ ഒപ്പം പോകാറുള്ളത്. അധിക ദൂരമൊന്നുമില്ല, ഒരു 5-4 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ അവർ മദ്രസയിൽ പോയി. ഇപ്പോൾ സമയം ഏകദേശം 7 മണി. പക്ഷേ ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തി കുറഞ്ഞു എന്നേ ഉള്ളൂ. എന്നപ്പോൾ നമ്മുടെ പറമ്പിൽ പോയി നോക്കാം എന്താ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി പോവാം. ഇത് കണ്ടോ, ഇതാണ് പറമ്പിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഈ വെള്ളമൊന്നുമില്ലാത്ത ഭാഗം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് 2-3 ദിവസം മുന്നേ. റബ്ബർ തോട്ടത്തിലൂടെ കുരു പൊറുക്കാനൊക്കെ ഞാൻ പോകുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ പറമ്പ് തന്നെയാണിത്. ആ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതെന്താണ് സ്ഥലം എന്നുള്ളത്. നല്ല വിശാലമായി ഉണങ്ങിയ സ്ഥലമായിരുന്നു. നമ്മുടെ സ്ഥലം വന്ന് പുഴയുടെ തൊട്ടപ്പുറത്തായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കയറിയിട്ടുള്ളത്. വീടിൻ്റെ മതിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത്യാവശ്യം ഉയർത്തി കെട്ടിയതുകൊണ്ടാണ് ഇങ്ങോട്ട് വെള്ളം വരാത്തത്. തന്നെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ വെള്ളം എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് മണ്ണിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ മതിൻ്റെ അടുത്ത് വെള്ളം എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ കിണർ വരെ മൂടാനുള്ള വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ മാതളനാരങ്ങ പറിക്കാൻ പോകുമ്പോൾ കിണറെ കാണിച്ചിരുന്നില്ല, ആ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ വീട്ടിലുണ്ട് ആ നാരങ്ങ പറിക്കാൻ പോകുന്നത്. ആ സ്ഥലത്തൊക്കെ മുഴുവനായിട്ട് വെള്ളമായിരുന്നു. അതൊക്കെ തോർന്നിപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ശരിക്കും വെള്ളം പറഞ്ഞാൽ. കാണുമ്പോൾ വെള്ളം ഉണ്ട് തോന്നിയെങ്കിലും ഇതിന് മുന്നേ ഇതിനേക്കാളുണ്ടായിരുന്നു. പുഴയിൽ വെള്ളമാണെങ്കിൽ അതിശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുഴയുടെ നേരെ വരുന്ന വെള്ളം ഭാഗമാണ്. ഈ ഭാഗം കണ്ടില്ല, ഇപ്പോൾ വാഴയൊക്കെ നിൽക്കുന്നത് ഇത് വീടിൻ്റെ ബാക്കിലാണുള്ളത്. നമ്മുടെ കിണറൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്കുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ വെള്ളം നിറയെ ഉണ്ടായിരുന്നു. ഇതുണ്ടോ കുറഞ്ഞ് പിന്നോട്ടിങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ആ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ, താഴത്തേക്ക്. ആ കണ്ട ഗ്രൗണ്ടാണ്. കുട്ടികളെ കളിസ്ഥലം എന്തായി പുഴയിട്ടുണ്ട്. പെട്ടെന്ന് വെള്ളം പോവും. എന്നാലും ഇത് കണ്ടോ, നമ്മുടെ റബ്ബർ പാല് കൊടുന്ന് സെറ്റാവാൻ വെച്ചിട്ട് ആസർക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ വെച്ചതാണ്. മഴ കാരണം അത് ഷീറ്റ് അടിച്ചിട്ടില്ല. പിന്നെ ഇന്ന് പാലെടുക്കാൻ പോകാനൊന്നും പറ്റില്ല. കാരണം ഇതിൽ പോകണമെങ്കിൽ വല്ല തോണിയോ ബോട്ടൊക്കെ കൊടുത്തിട്ട് പോകേണ്ടി വരും. അത്രയും വെള്ളമാണ്. എൻ്റെ വീട് കണ്ടവർക്കറിയാം, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇവിടെ ചെറിയൊരു ചാലുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കാരണം പോകാൻ കല്ലും ചെറിയൊരു മരക്കഷ്ണമൊക്കെ ഇട്ടിരുന്നു. ആ ഭാഗമാണിത്. ഇപ്പോൾ മരക്കഷ്ണവും കാണാനില്ല, ഒന്നും കാണാനില്ല, ചാലേ ഇല്ല. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ആ സൗണ്ട് പുഴയിൽ വെള്ളം പോകുന്ന സൗണ്ടാണ്. ഭയങ്കര സൗണ്ടാണ്. ഇന്നലെ രാത്രി ഭയങ്കര സൗണ്ട് നടക്കണം. ഈ വെള്ളം ആ പുഴയിൽ പോകുന്ന വെള്ളത്തിന് സൗണ്ട് മുഴുവൻ ഈ പറമ്പിലായിരുന്നു. ഇപ്പോൾ വെള്ളം ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുപോലെയല്ലല്ലോ വെള്ളം വരുന്ന സമയത്ത്. ഇതൊരു പുഴയായിരുന്നു, ഇവിടെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. രാത്രി ഭയങ്കര പേടിയായിരുന്നു. കാരണം പുഴ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നല്ല സൗണ്ടും മഴയും. എത്ര തന്നെ വന്നാലും ഇതുവരെ വന്നിട്ടുള്ളത് ആ മൺതിട്ടില്ലേ, നമ്മൾ റബ്ബർ പാൽ വെച്ച് ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ആ ഭാഗം വരെ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇനി എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വെള്ളം വരുമോ, അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു രാത്രിയിൽ. അതിനപ്പുറത്തേക്ക് വന്നാൽ പിന്നെ നേരെ നമ്മൾ മതിലെങ്ങാനും ഇടിയോ, പിന്നെ മതിലിടിഞ്ഞാൽ നമ്മളെ വീടാവില്ലേ, അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു രാത്രിയിൽ. അങ്ങനെ സംഭവിച്ചില്ല. വെള്ളം നേരെ പുഴയിലേക്ക് തന്നെ പോയി. പിന്നെ കുറച്ച് മഴയുടെ ശമനം കുറഞ്ഞതുകൊണ്ട് തന്നെ വെള്ളം കുറയുകയും ചെയ്തു. അങ്ങനെ വെള്ളം വരാൻ ഏകദേശം 99.9% ചാൻസ് ഇല്ല ഇതുവരെ വെള്ളം വരുള്ളൂ. അതിനപ്പുറത്തേക്ക് വെള്ളം വന്നില്ല. കാരണം അവിടേക്ക് ഉയരം ആണ്, ഹൈറ്റുള്ള ഭാഗമാണ്. മറ്റേ താഴ്ന്ന ഭാഗം, ഇതൊക്കെ താഴ്ന്ന ഭാഗമാണ്. പിന്നെ ഒരു വളഞ്ഞ് ചെരിഞ്ഞിട്ടാണ് നമ്മൾ പുഴ ഒഴുകുന്നത്. അങ്ങനെ മാത്രമേ പോവുള്ളൂ. പിന്നെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ മുകളിൽ വലിയൊരു പാറയാണ്. അതിന് ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇങ്ങോട്ട് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. ഇപ്രാവശ്യം തന്നെ 2 പ്രാവശ്യം ഇതുപോലെ രാത്രി ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ മഴ ശക്തിയായി വന്നാൽ ഇതുപോലെ വീണ്ടും വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. കാണുന്നുണ്ട് ഗ്രൗണ്ട്, അതൊക്കെ നിറയെ വെള്ളമായിട്ട്.
അത് പാറയുടെ മുകളിൽ നിന്ന് തന്നെ കാണിച്ചില്ല ശരിക്കും കേട്ടോ, പുഴ ഒഴുകുന്നതും ഒക്കെ വീഡിയോയൊക്കെ. പിന്നെ ഞാൻ ഈ തോട്ടത്തോട്ട് പോകുമ്പോൾ മെഷീൻ വരെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മോട്ടർ മെഷീൻ വരെ ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ സൂമിൽ ജസ്റ്റ് കാണിച്ചില്ല കേട്ടോ. അത് ഇതുവരെ ഇടിഞ്ഞ് വീണിട്ടില്ല, കാരണം അത്യാവശ്യം ഉയരത്തിലാണ് അത് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം വന്നിട്ടും ഒരുപാട് വർഷമായിട്ടുള്ളതാണത്. അത് ഇതുവരെ ഇടിഞ്ഞ് താഴ്ന്ന് കേടൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇവിടെ മഴ ശക്തി പെയ്യണമെന്നൊന്നുമില്ല ഇവിടെ വെള്ളം കയറാൻ വേണ്ടിയിട്ട്. അട്ടപ്പാടിയിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കാണാം. കണ്ടോ, പുഴ ഒഴുകുന്ന സൗണ്ടും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നപ്പോൾ പുഴ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മെഷീൻ പേരുടെ ബാക്കിൽ നല്ല മനോഹരമായ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുഴയാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏകദേശം ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. പുഴ കാണുന്നുണ്ടെന്ന് അറിയില്ല. നന്നായിട്ട് ശക്തിയായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണം, കണ്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും ചിലപ്പോൾ സൂം ചെയ്ത് കാണുമ്പോൾ ചെറിയ ചാല അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകുന്നത്. ചാലല്ല, അത് പുഴയാണ്. ഇത് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലുണ്ട്, പോയി സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. ഇനി ഞാൻ മെഷീൻ വരെ സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത്യാവശ്യം ഇത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടയിലൂടെ ഇത് അത്യാവശ്യം ഹൈറ്റിൽ തറക്ക ഉയരത്തിൽ കെട്ടിയതുകൊണ്ട് അതൊന്നും സംഭവിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ അതൊന്നോ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകേണ്ടതാണ്. ഇങ്ങനെ പുഴ വന്ന് പോകുന്നതോടുകൂടി നമ്മുടെ പറമ്പിലുള്ള അടക്ക, തേങ്ങ, വിറക്, അതുപോലെ നമ്മൾ തേങ്ങ പൊളിച്ച് ചകിരിയൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കും. എടുത്തുള്ളവർ കൊണ്ടുപോകാൻ ചെയ്യാറ്, അവർ കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ആവശ്യക്കാരൻ്റെ കൊണ്ടുപോകും. അതൊന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇനി അവിടെ ഉണ്ടാവില്ല. അതൊക്കെ പുഴ അങ്ങനെ ഒലിച്ച് ഇവിടെ നിന്ന് എടുത്ത് മുഴുവനായിട്ട് ക്ലീനാക്കി കൊണ്ടുപോയിട്ടുണ്ടാവും. ഇതിന് മുന്നേ ഒരു 3-4 വർഷം മുന്നേ വെള്ളം ഇതുപോലെ കയറിയിരുന്നു. പക്ഷേ ഇത് രാത്രിക്കല്ലായിരുന്നു, ഒരു ഏകദേശം വൈകുന്നേരം സമയത്തേനും കേട്ടോ. അപ്പോഴാണ് ശരിക്കും നമ്മൾ വെള്ളം കയറുന്നതും വെള്ളത്തിൻ്റെ ശക്തിയൊക്കെ കണ്ടത്. അത്രയും ശക്തിയിൽ നമ്മൾ പറമ്പിലൂടെ വെള്ളം ഒഴുകി പോകുന്നത്. ശരിക്കും പുഴയിരുന്ന് പറമ്പിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല ഗ്രൗണ്ട്, അവിടേക്ക് ഒന്ന് പോയി നോക്കട്ടോ. ഏകദേശമൊക്കെ എടുത്ത് പോയി നോക്കിയിട്ട് വരാം. പിന്നെ നമ്മുടെ പുഴ ഇങ്ങനെ ശക്തമായി ഒഴുകി വരുന്ന സമയത്ത് അടുത്തുള്ള എല്ലാ പറമ്പിലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്തിട്ടാണ് വരിക. അവിടുത്തെ തേങ്ങ, അടക്ക, വിറകൊക്കെ അവരോട് ചോദിക്കാതെ തന്നെ പുഴ എടുത്തുകൊണ്ട് വരും. അതെന്ത് ചെയ്യും, നേരെ വന്നിട്ട് ഇവിടെ പാലത്തിന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. തേങ്ങയും അടക്കൊക്കെ ഏകദേശം ഒലിച്ചു പോകും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ സമയത്ത് കുറേ ആളുകൾ തേങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് പുഴയ്ക്ക് ഇറങ്ങും കേട്ടോ. അത്യാവശ്യം ധൈര്യമുള്ളവർ മാത്രമേ ഇറങ്ങുള്ളൂ. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ കാണിച്ചതില്ലേ സൂം ചെയ്തിട്ട് ഗ്രൗണ്ടിൽ വെള്ളം കയറിയത്, അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന കുറേ ദൂരമൊന്നുമില്ല, വീടിൻ്റെ മുന്നിൽ തന്നെയാണ്. പിന്നെ എൻ്റെ ചാനലിൽ ഈ വെള്ളം ഇല്ലാത്ത സമയത്ത് ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഉണ്ട്. ഒരു 3-4 ദിവസം മുന്നേ ഞാൻ ഈ പറമ്പിലൂടെയൊക്കെ പോകുന്നത് മെഷീൻ പേരൻ്റെയും ഒക്കെ വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ഒഴുകുന്ന ആ ചെറിയ പുഴയും, ഇപ്പോൾ ശക്തമായി ഒഴുകുന്ന പുഴയും, അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. 1 മാസം മുന്നേ ഉള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, പുഴയിലൂടെ പോകുന്ന വീഡിയോസ്, പുഴേൻ്റെ അടുത്തും ഞങ്ങളുടെ പാലമൊക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ചാനലിൽ നിങ്ങളൊന്ന് പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കണ്ടാൽ മനസ്സിലാവും ഇവിടേക്കാണ് വെള്ളം കയറിയിട്ടുള്ള സ്ഥലം എന്നുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ അവിടുന്ന് കണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ സൂം ചെയ്ത് കണ്ടുവന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പാറ. ഈ പാറ ഉള്ളത് കൊണ്ട് വെള്ളം ഇങ്ങോട്ട് കയറില്ല, വെള്ളം ചെരിഞ്ഞ് അങ്ങോട്ട് ഒഴുകി പോവുകയുള്ളൂ. ഇത് കണ്ടില്ലേ, നമ്മൾ ഗ്രൗണ്ടിൽ വെള്ളം കയറി, വെള്ളമൊക്കെ കുറഞ്ഞു. ഒരുപാട് പേര് വെള്ളം കാണാനായിട്ട് വരും കേട്ടോ. രാവിലെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനി നമുക്ക് പാറയുടെ മുകളിലേക്ക് പോകാം കേട്ടോ. എന്നാലേ ശരിക്കും പുഴ ഒഴുകി വരുന്നതും ഞാൻ പറഞ്ഞ വേസ്റ്റൊക്കെ നടിഞ്ഞ് കിടക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചുതരാം. പുഴയുടെ പാലത്തിൻ്റെ അവിടെ ആ പാലമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. എൻ്റെ വീഡിയോ നിങ്ങൾക്കൊന്ന് പോയി കാണണം കേട്ടോ എൻ്റെ ചാനലിൽ. പിന്നെ എൻ്റെ ചാനലിലത്തെ ഒരു വീഡിയോ പോലും മിസ്സാക്കാത്ത കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട 2-3 പേരാണിത്. ഇല്ല, നല്ല തെളിഞ്ഞ സുന്ദരമായ പുഴയുന്നു. ഇപ്പം മണ്ണ് കലക്കിയ വെള്ളം പോലെ ഈ പാലം എവിടെയെന്ന് പോലും കാണുന്നില്ല. അതുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതാണ് കേട്ടോ ഞാൻ വേസ്റ്റ് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.